ആ ആനന്ദേ, ഇളയമെന്താ ഉറങ്ങിയില്ലേ? സമയം അർദ്ധരാത്രി ആയല്ലോ. അയ്യോ അത്രയായല്ലേ? ഷോ, നീ പറഞ്ഞപ്പോഴാ ഞാൻ സമയം നോക്കിയത്. അർദ്ധരാത്രി ആയതുപോലെ ഞാൻ അറിഞ്ഞതേ ഇല്ല. വെറുതെ പാട്ടൊക്കെ കേട്ടിങ്ങനെ നിന്നതാ. ഭർത്താവും കുട്ടികളും അങ്ങ് അന്യനാട്ടില്. ഞങ്ങളെപ്പോലുള്ള പാവം വീട്ടമ്മമാർക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ്. അല്ല ആനന്ദേ, ഈ അർദ്ധരാത്രി നീ എവിടെ പോയതാ? അത് പറഞ്ഞില്ലല്ലോ. അത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ, വെറുതെ ഒന്ന് കറങ്ങാൻ. എനിക്കിപ്പോ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ പാട്ട് കേൾക്കുന്നതിനേക്കാൾ കറങ്ങുന്നതാ ഒരു എന്റർടൈൻമെന്റ്. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഇളയമേടെ എന്റർടൈൻമെന്റ് നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. പൊയ്ക്കോ പൊയ്ക്കോ, വലിയ കോമഡി പറഞ്ഞിട്ട് പോവാണെന്നാ വിചാരം. ഇവിടെ അഖിലാണ്ടേശ്വരി അമ്മ കല്യാണിക്കുട്ടിക്ക് വനവാസം വിധിച്ചതൊന്നും പാവം അറിഞ്ഞിട്ടില്ല. നാളെ നേരം വെളുക്കുമ്പോ ഈ കോമഡിയൊക്കെ ട്രാജഡി ആയിക്കോളും. അപ്പ വേണം എനിക്കവനോട് തിരിച്ച് ചില കോമഡി അങ്ങോട്ട് വിളമ്പാൻ. പ്രേമപ്പനി പിടിച്ച വിദ്യാസുരൻ. ഛേ, ഞങ്ങൾ എന്നേക്കുമായി തൃച്ചംബരം വിട്ടു പോവാണ് സുധേ. ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ ഇനി വയ്യ. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് വരും. നമ്മുടെ നാട്ടിലേക്ക് പോവാ, കൂടെ നീയുണ്ട്. പട്ടിണിയാണെങ്കിലും അവിടുത്തെ ജീവിതം സമാധാനമുള്ളതാ. കുറഞ്ഞ പക്ഷം നീ ഉറങ്ങുന്ന മണ്ണിലെങ്കിലും എനിക്ക് കുറച്ചു നേരം സങ്കടങ്ങൾ ഇറക്കി വെക്കാലോ. അത് തന്നെ ധാരാളം. ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. വാ, നമുക്ക് പോകാം. അച്ഛാ, ഒരു നിമിഷം.
ഇത് പിടിച്ചേ. അതെടുക്കണ്ട മോളെ. ദൈവത്തിന്റെ വിഗ്രഹം അച്ഛാ, ഇതെടുത്ത എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ട്. വിഗ്രഹത്തിന്റെ അല്ല, അത് തന്ന ആളിൽ. ഈ വിഗ്രഹം വെല്ലുവിഞ്ഞ് നിനക്ക് തരുന്നതും നീ ഇവിടെ കൊണ്ടുവെക്കുന്നതും അച്ഛൻ കാണുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി. മനഃപൂർവ്വം നിങ്ങളുടെ ഇടയിലേക്ക് ഉപദ്രവമായി വരാതിരുന്നതാ. നോക്ക്, നമ്മൾ ഈ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഓർമ്മകളെല്ലാം ഇവിടെ മറന്നു വെച്ചിട്ട് വേണം പോകാൻ. അത് നല്ലതായാലും ചീത്തയായാലും അങ്ങനെ മതി. അതാ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് നമുക്ക് നല്ലത്. നമുക്ക് മാത്രമല്ല, ഇവിടെയുള്ളവർക്കും. അച്ഛാ, ഇത് കൃഷ്ണ ഭഗവാനാ നമ്മൾ പൂജിക്കണ? അല്ല, രാധയും കൃഷ്ണനും രണ്ടും രണ്ടാ. കൃഷ്ണ ഭഗവാനെ നമ്മൾ പൂജിച്ച് ആരാധിക്കും. പക്ഷെ രാധയെ ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം രാധയിലൊരു വലിയ തെറ്റുണ്ട്. അവർ മറ്റൊരു മനുഷ്യന്റെ ഭാര്യയായിരുന്നു. കൃഷ്ണന് പോലും രാധയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് നീ ഓർക്കണം. അതുപോലെയാ ചില ജീവിതങ്ങളും. ചില ഇഷ്ടങ്ങൾ ഒരിക്കലും സഫലമാകാതെ മനസ്സിൽ കെടാക്കനലായി അങ്ങനെ കിടക്കും. കാലം അതിനെ കെടുത്തുമ്പോഴാ യഥാർത്ഥ ജീവിതം നമുക്ക് കിട്ടുന്നത്. ഇന്നലെ വരെ നീ ഒരു സ്വപ്നലോകത്തിലായിരുന്നു. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് യാഥാർത്ഥ്യത്തിലേക്കാ. വാ, നമുക്ക് പോകാം. നിങ്ങളിവിടെ നിൽക്കാൻ അച്ഛൻ ഈ പ്രമാണ യൂണിഫോമൊക്കെ ഏൽപ്പിച്ചിട്ട് വരാം. സാർ പോവാണ് സാർ. ഇതെന്റെ പേരിൽ എഴുതി തന്ന ഔട്ട് ഹൗസിന്റെ പ്രമാണ. ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല. പ്രമാണം താക്കോലൊക്കെ തിരികെ ഏൽപ്പിക്കുക. ഓ ശരി ശരി, എല്ലാം ഏൽപ്പിച്ചില്ലേ? അപ്പൊ പിന്നെ ഇനി വലിയ സീനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഉണ്ടാക്കിയാലും ആരും അതിലൊന്നും വീഴാനും പോകുന്നില്ല. അതുകൊണ്ട് സാരഥി ചേട്ടൻ അങ്ങ് പോയാട്ടെ.
മാഡം, ഞാൻ ഇറങ്ങുന്നു. ജീവിതത്തിന്റെ അരമുക്കാൽ ഭാഗവും ഇവിടെയായിരുന്നു. ഒരു കുറവ് അറിഞ്ഞിട്ടില്ല ഇതുവരെ. മറിച്ച് കൂടുതലേ തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ഈ കുടുംബത്തിന് എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. കൃഷ്ണേട്ടാ, ദാസേ, ഒരു മിനിറ്റ്. ഇതിരിക്കട്ടെ. എന്താ സാർ ഇത്? കുറച്ച് രൂപയാ തരാൻ. ശമ്പളം ബാക്കിയില്ലെന്നറിയാം. ഇത് ഇത്രയും നാളെ ജോലി ചെയ്തതിന്റെ ബോണസായിട്ട് കരുതിയാൽ മതി. ഞങ്ങളുടെ ഒരു സന്തോഷം. സാറിന് വിഷമം തോന്നരുത്. ഇതെനിക്ക് വേണ്ട. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അർഹതപ്പെട്ടതേ ദാസ് ആഗ്രഹിച്ചിട്ടുള്ളൂ, അന്നും ഇന്നും. ഇതുവരെ തന്നത് തന്നെ ധാരാളം. ഞാൻ ഇറങ്ങട്ടെ. ദാസേട്ടാ, തോലഞ്ഞു. തിരിച്ചു വിളിച്ചു. എനിക്ക് അപ്പോഴേ അറിയാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. മകളെയും വിളിച്ചുകൊണ്ടുള്ള ഈ പോക്ക് അവസാനത്തേത്. ഇനി ഒരിക്കലും അവളുടെ നിഴല് പോലും തൃച്ചംബരത്ത് പതിയരുത്. വേണമെങ്കിൽ ദാസേട്ടന് മാത്രം വല്ലപ്പോഴും തൃച്ചംബരത്ത് വന്നിട്ട് പോവാം. അതും അവളുടെ എന്തെങ്കിലും വിശേഷം പറയാനാവരുതെന്നേ ഉള്ളൂ. ഞാനത് അയച്ചിട്ടുണ്ട്. നീ അത് എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വിളിച്ചാൽ മതി. ശരി. ഇത് കല്യാണി അനിയൻകുട്ടനാണല്ലോ. ഇവരെന്താ ബാഗ് തൂക്കിയിട്ട്? കല്യാണി, അനിയൻകുട്ട, ഇനി പോകാം. ദാസേട്ടാ, കല്യാണി, ആനന്ദ്, ആനന്ദ്, ആനന്ദ് നിക്ക്. എങ്ങോട്ടാ പോകുന്നത്? ആനന്ദ്, ആനന്ദ് നിക്ക്. നിങ്ങൾ ഈ ബാഗ് എടുത്തിട്ട് എങ്ങോട്ടാ? ദാസേട്ടാ ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ടായി പോകുന്നതെന്ന്. കല്യാണി, നീ പറ, നിങ്ങളിത് എങ്ങോട്ടാ? ഇവിടെ എന്ത് പറ്റിയിപ്പോ? അനിയൻകുട്ട, നീയെങ്കിലും പറ, എന്താ കാര്യമെന്ന്. നിങ്ങളിത് എങ്ങോട്ടാ? ആരൊന്നും പറയില്ല. ശരി, എങ്കിലും ചോദിക്കേണ്ട മറ്റുള്ളവരോട് ചോദിച്ചോളാം. അമ്മേ, ദാസേട്ടൻ കല്യാണിയെയും അനിയൻകുട്ടനെയും കൂട്ടി എങ്ങോട്ടാ പോവുക? എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുക, അവരെങ്ങോട്ടാ പോകുന്നതെന്ന്. എന്ത് ചോദിക്കാൻ? ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇതെല്ലാം തീരുമാനിച്ച കാര്യങ്ങൾ തന്നെ. ആനന്ദ് ഇതിൽ ഇടപെടണ്ട. ഇടപെടണ്ടെന്ന് പറഞ്ഞാല് അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ദാസേട്ടൻ ഒരു കാര്യവും ഇല്ലാതെ മക്കളെയും കൂട്ടി പോവാന്ന് വെച്ചാ അതിന്റെ കാര്യം എന്താണെന്ന് അറിയണ്ടേ നമുക്ക്? ആനന്ദ്, ഐ ടോൾഡ് യു ഓൾറെഡി. അവരെ വിട്ടേക്ക്. അവരെങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ. നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ?
ദാസേ നിങ്ങൾക്ക് പോ. ദാസേട്ടാ ഒരു മിനിറ്റ്. ദാസേട്ടാ പ്ലീസ് പോവാൻ വരട്ടെ. ദാ വരുന്നു. ആനന്ദാ പറയുന്നത്, പ്ലീസ്. അച്ഛാ, ദാസേട്ടനോട് നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുള്ള ദാസേട്ടനെയും മക്കളെയും ഇങ്ങനെ നിർദാക്ഷിണ്യം പറഞ്ഞയക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. ആനന്ദേ, നിനക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും അവരെ പറഞ്ഞു വിടുന്നത്. നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞതല്ലേ ശിവരാമേട്ടൻ? ആ തെറ്റ് എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അതെനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. കാരണം അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ കല്യാണി ഇവിടുത്തെ വെറും വീട്ടു ജോലിക്കാരി മാത്രമല്ല, ഞാൻ നയിക്കുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാ. അവൾ ആ സ്ഥാനം ഉപേക്ഷിച്ചു പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോകുന്നത് എന്തായാലും ഞാൻ അറിഞ്ഞിരിക്കണം, കാര്യകാരണ സഹിതം. എന്തായാലും ഇളയമ്മ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഇളയമ്മ തന്നെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയണം. അയ്യോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി എന്റെ തോളിലോട്ട് കേറിക്കോ. ദേ, എനിക്കൊന്നും അറിയില്ല ഒരു കാര്യവും. ഞാനിതിൽ പങ്കാളിയേ അല്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. അമ്മേ, അമ്മ എന്താ ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാത്തത്? അമ്മേ, അമ്മ എന്താ ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാത്തത്? ദാസേട്ടനോ കല്യാണിയോ അനിയൻകുട്ടനോ ആരെങ്കിലും ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ 3 പേരും തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അതിനിങ്ങനെ ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ? മറ്റെന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ പോരെ അവർക്ക്? അവരിവിടുന്ന് പോകുന്നതാണ് ഇതിനുള്ള ശരിയായ പരിഹാരം. വേണ്ട അച്ഛാ, വേണ്ട. അതെന്ത് തെറ്റാണെങ്കിലും അവരോട് ക്ഷമിച്ചേക്ക് പ്ലീസ്. അത് പറ്റില്ല ആനന്ദ്. ഈ കാര്യത്തിൽ നീ വെറുതെ നിർബന്ധം പിടിക്കരുത്. അച്ഛൻ മാത്രമല്ല, ഞാൻ കൂടി ചേർന്നെടുത്ത തീരുമാനം. അതൊരു വിഷയമാക്കണോ? നമ്മുടെ ആജന്മ ശത്രുവായ നാഗമണത്തില്ലത്ത് പ്രിയങ്കയോട് ക്ഷമിക്കാൻ പറ്റിയ അമ്മയ്ക്ക് ഈ പാവങ്ങളോട് ക്ഷമിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ ഇത്ര ഗുരുതരമായി സംഭവിച്ചത്? ആരെങ്കിലും ഒന്ന് പറ. അമ്മേ പ്ലീസ്, അമ്മേ